ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്ക് തെറ്റിപ്പോകുന്ന ഗിയർ ഏതാ? സെക്കൻഡിൽ നിന്ന് തേർഡ് ആക്കാനും അതേപോലെ തന്നെ തേർഡിൽ നിന്ന് സെക്കൻഡ് ആക്കാനുമാണ്. കാരണം നമ്മളൊരു ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ നിർത്തി ചെയ്യുന്ന ഒരു ഗിയറാണ്. നമ്മൾ തേർഡ് ഇടണമെങ്കിലും അത് റണ്ണിങ്ങിലാണ്, നിർത്തി ചെയ്യുന്നതല്ല. അതേപോലെ തന്നെ നമ്മൾ തേർഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ആക്കണമെങ്കിലും അത് റണ്ണിങ് ചെയ്ത് തന്നെ ചെയ്യുന്നതായതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. ഇതെന്താ ഇങ്ങനെ തെറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ആ സമയങ്ങളിലാണ് കൂടുതൽ പേർക്കും തെറ്റുന്നത്. കാരണം നമ്മൾ ഗിയർ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നോക്കാതെ തന്നെ ഇടാനൊക്കെ കഴിയും. അതേ സമയത്ത് നമ്മൾ വണ്ടി മുൻപോട്ട് ഓടിച്ച് ഫസ്റ്റ് ഗിയറിൽ പോയി കുറച്ച് റൺ ആയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഗിയർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഗിയറിന് ആ റൺ ആയി കൊടുത്തോണ്ടിരിക്കുമ്പോൾ സംഭവിക്കും ഗിയർ ആ സമയത്ത് തെറ്റിപ്പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടുന്നു, ആ സൈഡ് തന്നെ ചെറു സെക്കൻഡ് ഇടുന്നു, വീണ്ടും കുറച്ച് നേരം നിങ്ങൾ ഇങ്ങനെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ അടിച്ച് വീണ്ടും ചെയ്യുക, ക്ലച്ച് ചവിട്ടുക, പുറത്തിടുക. അപ്പൊ ഇതേ രീതി ഇട്ടിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലർക്കും ഗിയർ ഡ്രൈവ് ചെയ്യുമ്പോൾ തെറ്റുന്നു. അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഗിയറുകൾ തെറ്റിപ്പോകും. എങ്ങനെയാണ് കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. നിങ്ങൾ ചില വീഡിയോ ലെങ്തി ആണെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അറിയാവുന്ന ആരും ഇത് കാണണമെന്നില്ല, അറിയാത്തവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. നിങ്ങൾ കൃത്യമായിട്ടും എങ്ങനെയാണ് കൃത്യമായിട്ട് ഡൗൺ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് ഗിയർ ഡൗൺ ചെയ്യേണ്ടത്, എപ്പോഴാണ് കൃത്യമായിട്ട് ഗിയർ ഇടേണ്ടത്, എങ്ങനെയാണ് ഗിയർ ഇടേണ്ടത്, എങ്ങനെയാണ് ഗിയറിൽ കൈ പിടിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങേണ്ടത് നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്കൊരു ഷെയറിങ് എന്നല്ല, പലർക്കും ലൈസൻസ് കയ്യിലുണ്ട്, വാഹനം വീട്ടിലുണ്ടായിട്ടും സ്വന്തം വാഹനത്തിൽ പോലും കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്ത പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ ഗിയറിൽ പിടിക്കേണ്ടത് ഞാൻ കാണിച്ചത്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗിയറിൽ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ മലത്തി ഒന്നും പിടിക്കണമെന്നില്ല. നമുക്ക് ഈ മുകളിലായിട്ട് ഇതേപോലെ ഇരുന്നാൽ മതി. പിന്നെ നമ്മൾ മുകളിൽ ഒരു തൊപ്പി പോലെ വരുന്നതേ ഉള്ളൂ. നമുക്കൊരു ഫസ്റ്റ് ഗിയർ ഇടണം. ഈ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ നമുക്ക് തന്നെ അറിയാം. നിങ്ങൾ ആ ഗിയറിന്റെ മുകളിലേക്ക് നോക്കിയാൽ മതി. ഇത് കണ്ടില്ലേ, നമുക്ക് ആ മുകളിൽ തന്നെ അടയാളങ്ങൾ അറിയാം. ഓരോ ഗിയറും ഫസ്റ്റ് എവിടെയാണ്, സെക്കൻഡ് എവിടെയാണ്, തേർഡ് എവിടെയാണ്, ഫോർത്ത് എവിടെയാണെന്ന്. അപ്പൊ നമ്മൾ ഈ ഗിയർ ഇടുമ്പോഴെല്ലാം നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും നമ്മൾ ന്യൂട്രൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ആ സെന്റർ ഭാഗത്താണ് വന്ന് കിടക്കുക. അപ്പൊ ഇവിടെ നിന്നാണ് ഗിയറിൽ ഓരോന്നിടത്തും പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് മുതൽ ഇവിടം വരെയും ന്യൂട്രൽ തന്നെയാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അതാണ്ട് ഇതേ ഇങ്ങോട്ട് ഈ മൂലയിലോട്ട് വന്നതിന് ശേഷം ഈ ഭാഗത്തേക്ക് വന്നാൽ മാത്രമേ എന്തുള്ളൂ ഫസ്റ്റ് ഗിയർ വീഴത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഇതുണ്ടല്ലേ, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനല്ല, മുകളിലൊരു തൊപ്പി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് പണി മുഴുവനും ആരെ കൊണ്ടാ? ഈ തള്ളവിരൽ കൊണ്ടാണ്. കണ്ടില്ലേ, ഈ സൈഡിലോട്ട് ചേർത്ത് കൊടുത്ത് കണ്ട, ഈ സൈഡിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഏത് ഗിയർ തന്നെ വീഴും? ഫസ്റ്റ് ഗിയർ തന്നെ വീഴും. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനെ, അപ്പൊ നിങ്ങൾ മലത്തിയൊന്നും പിടിക്കണ്ട. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഈ ഒരു സൈഡിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തള്ളവിരലിന്റെ ഭാഗം കൊണ്ട് ഈ ഒരു സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചേരും. കറക്റ്റായിട്ട് ചേർത്തിട്ട് കഴിഞ്ഞാൽ ഏത് ഗിയർ തന്നെ വീഴും? ഫസ്റ്റ് ഗിയർ തന്നെ വീഴും. അതേപോലെ തന്നെ നമ്മൾ ചേർന്നില്ല, അങ്ങോട്ട് ചേരാതെ ഇടുന്നെങ്കിലോ അത് തേർഡ് ഗിയറിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നെങ്കിൽ ഈ സൈഡോട് ചേർത്തു ഫസ്റ്റ് ഗിയർ ഇട്ടു. അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ന്യൂട്രൽ ആക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഈ ഫസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഇടുമ്പോൾ ഈ ഒരു സൈഡ് ചേർത്ത് തന്നെ ഇതുണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ അപ്പോഴും നമ്മൾ ചെയ്യുന്നതും കണ്ടില്ലേ, ഈ ഒരു തള്ളവിരലിന്റെ ഈ ഒരു ഭാഗം കൊണ്ടാണ് കണ്ട, അതാണ് ഇങ്ങനെ കണ്ട. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മലത്തി പിടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കാം. അതിന്റെ ഈ സൈഡോട് ചേർത്ത് തന്നെ ഇങ്ങനെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ നമുക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്തും എന്ത് ചെയ്തില്ല, തെറ്റിയല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, അത് നേരെ സൈഡോട് തന്നെ സെക്കൻഡ് ഗിയർ ഇട്ടു. ഈ പലർക്കും ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 90% ആൾക്കാർക്ക് തെറ്റിപ്പോകുന്ന ഗിയർ ഏതാ? സെക്കൻഡിൽ നിന്ന് തേർഡ് ആക്കാനും അതേപോലെ തന്നെ തേർഡിൽ നിന്ന് സെക്കൻഡ് ആക്കാനുമാണ്. കാരണം നമ്മളൊരു ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ നിർത്തി ചെയ്യുന്ന ഒരു ഗിയറാണ്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ആ സ്പീഡിൽ തന്നെ നമ്മൾ സൈഡ് ചേർത്ത് നമുക്ക് ഇടാം. അതേ സമയത്ത് സെക്കൻഡ് ഗിയർ നമ്മൾ തേർഡ് ഇടണമെങ്കിലും അത് റണ്ണിങ്ങിലാണ്, നിർത്തി ചെയ്യുന്നതല്ല. അതേപോലെ തന്നെ നമ്മൾ തേർഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ആക്കണമെങ്കിലും അത് റണ്ണിങ് ചെയ്ത് തന്നെ ചെയ്യുന്നതായതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. ഇതെന്താ ഇങ്ങനെ തെറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ പലരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതേലേക്ക് നോക്കി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെ ഇട്ട് തേർഡ് സെക്കൻഡ് കൃത്യമായിട്ട് കിട്ടും. അതേസമയത്ത് നമുക്കൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് നോക്കിയല്ല എന്ത് ചെയ്യുന്നത്, ഗിയർ ഇടുന്നത്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വണ്ടി ഓടിച്ചുകൊണ്ടെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ.
അപ്പൊ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങോട്ട് നോക്കിയാ നമ്മൾ ഗിയർ ഇടുന്നത്? നമ്മൾ മുൻപിലേക്ക് നോക്കിയാണ്. അപ്പൊ നമുക്ക് തെറ്റിയാലും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളെ ക്ലച്ച് നല്ലപോലെ ചവിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ക്ലച്ച് ചവിട്ടിക്കൊണ്ട് സൈഡ് ചേർത്തിട്ട് ഫസ്റ്റ് ഇട്ടു, സൈഡ് ചേർത്ത് നമ്മൾ നോക്കരുത്. നമുക്കപ്പൊ തെറ്റിയാലും ഒന്നും സംഭവിക്കാനില്ല. വണ്ടി ഒന്നും സ്റ്റാർട്ടിങ്ങിലല്ല. അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ട്, നമ്മുടെ കാല് ബ്രേക്കിലും ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് വണ്ടി മുന്നോട്ടൊന്നും പോയി ഇടിക്കുന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ നിങ്ങൾ നേരെ നോക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ്, അതേപോലെ തന്നെ സെക്കൻഡ്, അതേപോലെ തന്നെ തേർഡ് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിടിച്ച് ഇങ്ങനെ കിടന്ന് വലിക്കരുത്. നമുക്ക് ഇവിടുന്ന് ഈ ന്യൂട്രൽ വരാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഗിയറിലേക്കും പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഈ ന്യൂട്രലിൽ നിന്ന് നിങ്ങൾ സ്ട്രൈറ്റ് എടുത്ത് വിടുക. അപ്പൊ ഈ സ്ട്രൈറ്റ് എടുത്ത് വിടുമ്പോൾ എവിടെ വരും? സെൻട്രിൽ തന്നെ വരും. ആ സെൻട്രിൽ നിന്ന് സ്ട്രൈറ്റ് എടുത്ത് വിട്ടാൽ നേരെ എവിടോട്ട് വരും? തേർഡിലേക്ക്. അപ്പൊ നമ്മൾ തേർഡ് ഇടുന്ന സമയത്തും നിങ്ങൾ ഒരു കാരണവശാലും ഗിയറിലേക്ക് നോക്കി എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യരുത്. അതേപോലെ തന്നെ തേർഡിൽ നമുക്ക് തന്നെ മനസ്സിലാക്കണം, എനിക്കിപ്പോ വണ്ടി സ്ലോ ആയിട്ടുണ്ട്, അപ്പൊ ഡൗൺ ആക്കണം, കിടക്കുന്ന ഗിയറിൽ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തേർഡിലാണ്. അപ്പൊ ആ തേർഡ് ഗിയർ സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ സെക്കൻഡിന്റെ ഭാഗം എവിടെയാണ്? ഇങ്ങനെ ന്യൂട്രൽ വന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇടുന്നത്. അപ്പൊ അന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നു. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യമേ ന്യൂട്രൽ ആക്കുക, സ്ട്രൈറ്റ് എടുത്ത് വിടുക. എവിടെ കിടക്കുന്ന ഒരു ഗിയറാണ് നമ്മൾ സ്ട്രൈറ്റ് എടുക്കുക, ആ സൈഡിലോട്ട് ചേർക്കുക, സെക്കൻഡ് ആണ് കൃത്യമായിട്ട് നമുക്ക് സെക്കൻഡ് ഗിയറും വീഴും. ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് എടുക്കുക. എങ്ങനെ തനിയെ വാഹനം ഓടിക്കാൻ പേടി, ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ്, സ്റ്റിയറിംഗിന്റെ ബാലൻസ്, ക്ലച്ചിന്റെ കൺട്രോള്, അതുപോലെ തന്നെ തിരക്കിലോട്ട് ഓടിക്കാൻ, വീട്ടിൽ നിന്ന് ഇറക്കാൻ, റിവേഴ്സ് എടുക്കാൻ, സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യാൻ, ഇതൊന്നും കറക്റ്റായിട്ട് ഫ്രണ്ടിലെ കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ്, ഇതൊന്നും കൃത്യമായിട്ട് അറിയുന്നില്ല. വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. അങ്ങനെ ഉള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അതല്ല നിങ്ങളുടെ ഒരു പുതിയ വാഹനമാണ്, അതിൽ ഓടിക്കാൻ പേടിയാണ്, അതുപോലെ ഒരു വണ്ടിയെ ഓടിച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയിലും നിങ്ങൾക്ക് പ്രാക്ടീസ് തരും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ക്ലച്ചും ബ്രേക്കും ഒന്നും ഇല്ലാത്ത വണ്ടികളാണ്. സാധാരണ നമ്മുടെ വീട്ടിലെ ഉള്ള വാഹനം തന്നെ ഇത് കണ്ടില്ലേ, ഡ്രൈവിംഗ് സ്കൂളിനെ പോലുള്ള ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടിയല്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം നേരം നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുന്നോ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടും. അതുവരെ നമുക്കിതിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ, നിർത്തിക്കും എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാരും ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ടും പഠിച്ചതാണെന്നും പറഞ്ഞ് വാഹനത്തിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല തന്നെയാണ്. കാരണം ഇപ്പോഴും ഇത് പറയാനുള്ള കാരണം, ഇപ്പോഴും പലരും വിളിച്ചു ചോദിക്കാറാണ് എന്റെ ജില്ല വിടുമോ. നിങ്ങൾ കേരളത്തിന്റെ, ഇപ്പൊ ഞാനത് വിട്ടു, കേരളത്തിൽ വേണ്ട, നിങ്ങൾ ഇന്ത്യയിലുള്ളവരാണോ, നിങ്ങൾ എവിടെ, ഞാനിപ്പോ കേരളത്തിൽ മാത്രമായിരുന്നു ക്ലാസ്സുകൾ നടക്കുന്നത്. നമുക്ക് 2-3 ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ, ഒന്നിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ക്ലാസ്സിനായിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയുള്ളവരാണെങ്കിലോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അടുത്തായിട്ട് നമ്മളടുത്ത ഗിയർ ഇടുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തേർഡിന്ന് നമുക്ക് ഫോർത്ത് ഇടുമ്പോൾ നമുക്ക് തെറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞതിന്റെ കാരണം. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഗിയർ ഇടേണ്ടതായതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം തേർഡ് ഗിയറിൽ നിന്ന് നേരെ സ്ട്രൈറ്റ് താഴെയാണ് ഏത്, ഫോർത്ത് ഗിയർ. അപ്പൊ നമ്മൾ നേരെ ഇതാണ് ഫോർത്ത്. കാരണം നമുക്ക് നേരെ തേർഡിൽ നമുക്ക് ഫിഫ്ത്ത് ഇടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോർത്ത് ഇട്ടു. അപ്പൊ ഫോർത്തിൽ നമുക്ക് ഫിഫ്ത്ത് ഇടണം. ഈ ഫിഫ്ത്ത് ഇടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മൾ സ്ട്രൈറ്റ് എടുത്ത് വിട്ടു, സെൻട്രൽ വന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിരുന്നു ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞാൽ, സെൻട്രലാണ് തേർഡും ഫോർത്തും. അതുപോലെ ഇങ്ങേ അറ്റത്തെ സൈഡിലാണ് 5ഉം റിവേഴ്സും കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 5 ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഫോർത്തിൽ നിന്ന് നേരെ സ്ട്രൈറ്റ് വന്നതിന് ശേഷം ഇത് കണ്ടത്, ഈ അണിവിരലിന്റെ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മരത്തിൽ പിടിക്കണ്ട, ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കണ്ടത് നോക്കണ്ട. ഈ അറ്റത്ത് വന്നതിന് അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ സൈഡിൽ വന്നിട്ടുണ്ട്. നേരെ സ്ട്രൈറ്റ് ഇട്ടാൽ 5ാമത്തെ ഗിയർ വീഴും. അപ്പം ഈ സൈഡ് ചേരാത്തത് കൊണ്ടാണ് എന്ത്, ഗിയർ വീഴാത്തത്. നിങ്ങൾ ഇവിടെ കിടന്ന് പെട്ടെന്ന് ഇവിടെ വെപ്രാളം പിടിച്ച് തീർത്തി വെച്ച് പിടിക്കുന്നതുകൊണ്ടാണ് എന്ത്, ഇത് വീഴാത്തതിന്റെ കാരണം. സൈഡ് ചേർന്ന് ഉറപ്പ് വരും, സ്ട്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ 5ാമത്തെ ഗിയർ വീഴും. അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്തും നിങ്ങൾ ഒരു പ്രാവശ്യം വീണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ നമ്മൾ ആ ക്ലച്ച് തന്നെ വെച്ചോണ്ടിരിക്കരുത്. നിങ്ങൾ വീണില്ലേ, ഒന്ന് ന്യൂട്രലാക്കി കറക്റ്റ് ആക്കി വെക്കുക. വീണ്ടും ക്ലച്ചിന്ന് കാലെടുക്കുക, ക്ലച്ച് നല്ലപോലെ ചവിട്ടിയതിന് ശേഷം സൈഡ് ചേർത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയറും ഇതേപോലെ കൃത്യമായിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഗിയർ. അപ്പം ഈ ഗിയർ ഇടുന്ന സമയത്തെല്ലാം നമ്മുടെ കൈകൾ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ അത് ബലം പിടിച്ചോണ്ടിരിക്കരുത്. നമ്മൾ മുകളിലൊരു ഇതായിട്ടിരിക്കുക, നമുക്ക് ഏത് ഭാഗത്തേക്കാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റും സെക്കൻഡും വിടുമ്പോൾ ഈ ഒരു സൈഡിൽ ചേർത്ത് ഈ തള്ളവറിന്റെ ഈ ഒരു ഭാഗം കൊണ്ടും, തേർഡും ഫോർത്തും ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡ് എന്ത് ചെയ്യണ്ട, നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട്. അപ്പൊ സ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി,
കണ്ട് ഈ മൂന്ന് വിരലിന് ഒരു ബന്ധം വരുന്നുള്ളൂ. കണ്ടില്ലേ? ഈ ഒരു 3 വിരലിന്റെ ബന്ധമാണ് ഈ തേർഡ് ഗിയറിനും അതേപോലെ തന്നെ അവിടുന്ന് ഫോർത്ത് ഗിയറിനും വരുന്നത്. അതേപോലെ തന്നെ ഈ വിരലിന് നേരെ താഴെ ഭാഗമാണ് നമ്മൾ ഈ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോഴും. കണ്ടില്ലേ? കണ്ട ഇത് കണ്ട ഇതുപോലെ കണ്ട. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സൈഡ് എന്ത് ചെയ്യണ്ട, ചേർക്കേണ്ട കാര്യമില്ല. ഈ 5ാമത്തെ ഗിയറിന് റിവേഴ്സിനും വരുമ്പോഴാണ് ഈ ഒരു ഭാഗത്തേക്കും ചേർക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തില്ല, തെറ്റിയല്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഗിയർ ഇട്ടു, ഫസ്റ്റ് ഇട്ടു, സെക്കൻഡ് ഇട്ടു, ഓക്കെ. അപ്പൊ ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റിയറിംഗിൽ ഒന്ന് കൈ പിടിക്കുക. സ്റ്റിയറിംഗ് കൈ പിടിച്ചിട്ട് നമ്മളിപ്പോ, കാരണം നമ്മൾ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് ഓടിച്ചോണ്ടിരിക്കുകയല്ല. നമ്മൾ ഫസ്റ്റ് ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പിന്നെ സ്റ്റിയറിംഗ് കൈ വരുന്നുണ്ട്, പിന്നാണ് നമ്മൾക്ക് അടുത്ത ഗിയർ ഇടേണ്ടത്. അപ്പൊ ആ സമയങ്ങളിലാണ് കൂടുതൽ പേർക്കും തെറ്റുന്നത്. കാരണം നമ്മൾ ഗിയർ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഫസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നോക്കാതെ തന്നെ ഇടാനൊക്കെ കഴിയും. അതേ സമയത്ത് നമ്മൾ വണ്ടി മുൻപോട്ട് ഓടിച്ച് ഫസ്റ്റ് ഗിയറിൽ പോയി കുറച്ച് റണ്ണായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഗിയർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഗിയറിന് ആ റണ്ണായി കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഗിയർ ആ സമയത്ത് തെറ്റിപ്പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ടു, കുറച്ചു നേരം നിങ്ങൾ ഇങ്ങനെ സ്റ്റിയറിംഗിൽ ഒന്ന് കണക്കുക, വീണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്ലച്ച് നിങ്ങൾ വണ്ടി സ്റ്റാർട്ടിങ് ഒന്നും ചെയ്യണ്ട, ക്ലച്ച് അതൊക്കെ കാലെടുക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒന്ന് കളിക്കണം വണ്ടിയിൽ. അപ്പൊ നമുക്ക് ആ ഒരു ബന്ധം കിട്ടും. അപ്പൊ നമ്മൾ വീണ്ടും ക്ലച്ച് കാലെടുക്കുന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടുന്നു, ആ സൈഡ് തന്നെ ചെറു സെക്കൻഡ് ഇടുന്നു, വീണ്ടും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താവിടല്ല. അതുപോലെ തന്നെ നമ്മൾ തേർഡ് ഇടുമ്പോഴും ക്ലച്ച് ചവിട്ടി തേർഡ് എവിടെയാണെന്ന് മനസ്സിലാക്കി തേർഡ് ഇട്ടു. അതുപോലെ തന്നെ പിന്നെ ക്ലച്ച് കാലെടുത്ത് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം നിങ്ങൾ ഇങ്ങനെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ അടിച്ച് വീണ്ടും ചെയ്യുക, ക്ലച്ച് ചവിട്ടുക, ഫോർത്ത് ഇടുക. അപ്പൊ ഇതേ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ തന്നെ, അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് ആ ഒരു വഴക്കം കിട്ടും. അപ്പൊ വണ്ടി ഓടിച്ച് നിങ്ങൾ പിന്നെ ഈ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കണക്ഷൻ വളവിലായിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യരുത്, അല്ല തിരക്കില്ല, അവിടെ എല്ലാം ഗിയർ ഇടാൻ പറ്റുന്നുണ്ട്, വളവുള്ള സമയത്ത് മുമ്പ് എന്ത് ചെയ്യരുത്, ഇത് പ്രാക്ടീസ് ചെയ്ത് നിൽക്കരുത്. കാരണം ഈ വളവുകൾ വരുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾക്ക് ഗിയറുകളൊക്കെ എല്ലാം ഇടാൻ കഴിയുമെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു വണ്ടി വരുമ്പോഴേ സ്ലോ ചെയ്ത് ഡൗൺ ആക്കാൻ പാട് വരും. അപ്പൊ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ, വലിയ വളവുകളില്ലാത്ത റോഡുകളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് വളവുകളിലൂടെ ഒക്കെ പോയാന്നേലും കൃത്യമായിട്ട് ആ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്പീഡിൽ പോയാലും പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ സ്ലോ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് 5ാമത്തെ ഗിയറിൽ പോകുന്നു, പെട്ടെന്ന് തന്നെ 4, 3 അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ഗിയറിൽ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഗിയർ പെട്ടെന്ന് ഡൗൺ ചെയ്തും അതിനെ സ്പീഡ് ഗിയർ ഇട്ടും ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ട്, അല്ലെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് നാണം ഒന്നും വിചാരിക്കണം, ഇന്ന ഒരു വീഡിയോ ചെയ്താൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പൊ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.